ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മാത്യു വെച്ച് നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ചയിൽ മാത്യു വെച്ച് ഇല്ലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ അച്ഛന് അസൗകര്യം ഉണ്ടായിരുന്നു. വീണ്ടും അച്ഛൻ വന്നിട്ടുണ്ട്. പുതിയ വിശേഷമായിട്ട് അച്ഛൻ നമ്മുടെ അടുത്തേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, ഒരു ചിന്തയാണെന്ന് ഞങ്ങൾ പങ്കുവയ്ക്കുക. നമ്മുടെ കത്തോലിക്ക സഭ, നമ്മുടെ ഇടവകകൾ, നമ്മുടെ കുടുംബം, ഇതെല്ലാം എങ്ങനെയായി തീരും? ഒരു 10 വർഷം കഴിഞ്ഞുള്ള നമ്മുടെ സഭയെ നമുക്കൊന്ന് മനസ്സിൽ ദർശിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ സഭ കടന്നു പോകുന്ന പ്രശ്നങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് ചിന്തിക്കാം. 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ സഭ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആ ഒരു വിഷയം നമുക്കൊന്ന് ധ്യാനിക്കാം. ബിജേട്ടാ, എങ്ങനെയായിരിക്കും 10 വർഷം കഴിയുമ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് ആരംഭിക്കാമോ? അച്ഛാ, സഭയെന്ന് പറയുമ്പോൾ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാനും ഇത് കേൾക്കുന്ന ഓരോരുത്തരും 10 വർഷം കഴിയുമ്പോൾ സഭ എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് 10 വർഷം കഴിയുമ്പോൾ ഈ പോക്കുവൻ്റെ കുടുംബം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നത് ഒരു നല്ല തുടക്കമാണെന്ന് തോന്നുന്നു. കാരണം സഭയെ സംബന്ധിച്ച് സഭയുടെ വളർച്ചയെല്ലാം അടങ്ങിയിരിക്കുന്നത് ഈശോമിശിഹായെ മഹത്വപ്പെടുത്തുന്നതിലാണല്ലോ. അതെ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിലും സഭ ഈശോയെ മഹത്വപ്പെടുത്തുന്നതിലുമാണല്ലോ സഭയുടെ എല്ലാ സൗന്ദര്യവും അതിൻ്റെ വളർച്ചയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പം സഭയെന്ന് പറയുമ്പോൾ കുടുംബങ്ങൾ കൂട്ടായ്മയായിരിക്കുന്നതുകൊണ്ട് കുടുംബങ്ങളിൽ ഈശോ എന്തുമാത്രം മഹത്വപ്പെടുന്നു, എന്തുമാത്രം ക്രൈസ്തവ വിശ്വാസം പ്രാക്ടീസ് ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സഭയുടെ മുന്നോട്ട് വളർച്ചയെന്ന് പറയാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ പങ്കുവെച്ച, എനിക്ക് തോന്നുന്ന കഴിഞ്ഞ നമ്മുടെ മാരിയോ മോനുമായിട്ട് പങ്കുവെച്ച എപ്പിസോഡിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം, അതായത് ഞാൻ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരോട് ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചതാണ്, ഈശോയാണ് ഏകരക്ഷ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലുള്ളതും സത്യമാണ്, ദൈവങ്ങളാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അപ്പം ഈശോ ഏകരക്ഷകനല്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ചധികം കുട്ടികൾ കൈ ഉയർത്തി. 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ കാറ്റഗിസം പഠിച്ച കുട്ടികളാണ്. അതിനുശേഷം എൻ്റെ ഉള്ളിലേക്ക് ഒരു ഞെട്ടിപ്പിക്കുന്നൊരു ചിന്ത വന്നു. എന്തുമാത്രം അത് പുറത്ത് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും നമ്മൾ എല്ലാം ഒരുമിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. എൻ്റെ ഉള്ളിലേക്ക് വന്നത് ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ 8-10 വർഷം കഴിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ അനേകർ അടുത്ത ഇസ്ലാം മതത്തിലോ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിലേക്കോ മറ്റെന്തെങ്കിലും പ്രസ്ഥാനങ്ങളിലേക്കോ ഒക്കെ ചേരാം. കാരണം ഈശോ ഏകരക്ഷകനാണെന്ന് വിശ്വാസമില്ലാത്ത, ഈശോയാണ് ഏക കർത്താവെന്ന് വിശ്വാസമില്ലാത്ത, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് താല്പര്യമില്ലാത്ത, അതറിവില്ലാത്ത കുഞ്ഞുങ്ങൾ വളർന്നു വന്നു കഴിയുമ്പോൾ വളരെ സ്വാഭാവികമാണിത്. കാരണം മനുഷ്യനെ സംബന്ധിച്ച് സത്യത്തിന് വേണ്ടി ഒരു തേഷ്ടി കിടപ്പുണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ ലൗകികമായ മോഹങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള അപൂർണങ്ങളും തെറ്റുമായ കാര്യങ്ങളിലേക്ക് പോയി അത് എത്തിച്ചേരും. നമ്മുടെ യുവജനങ്ങളിൽ, നമ്മുടെ വരും തലമുറകളിൽ വളരെ കുറച്ച് പേര് മാത്രമേ വളരെ കുറച്ച് പേര് മാത്രമേ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഉണ്ടാകൂ. അതിനപ്പുറത്ത് ഇത്രയേറെ പേര് ഇങ്ങനെ ഇല്ല. ഈശോയിൽ നിന്ന് അകന്നു, പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഉള്ള അനേകം പേര് അകന്നു പോകും എന്നൊരു ചിന്ത വന്നു. അപ്പോൾ സഭയെ സംബന്ധിച്ച് സഭയുടെ ഭാവി കിടക്കുന്ന യുവജനങ്ങളിലാണല്ലോ. അപ്പോൾ അവരിങ്ങനെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ പിന്നെ സഭയെ സംബന്ധിച്ച് കാര്യമായ ഒരു വലിയൊരു ആത്മീയ ഉണർവ് സംഭവിച്ചില്ലെങ്കിൽ വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ് 10 വർഷത്തിനുള്ളിൽ അല്ലെ 10 വർഷം കഴിഞ്ഞ സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ചിന്ത എനിക്ക് വന്നത്. അച്ഛന് എന്താണ് കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും. പക്ഷേ ആത്മീയ ഉണർവെന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി കരിസ്മാറ്റിക് നവീകരണം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. പിന്നെ ഇടവകളും രൂപതകളും ഒക്കെ ആത്മീയ നവീകരണത്തിന് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്താത്തത് കൊണ്ടാണോ ഈ ഒരു അവസ്ഥ? അതോ അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ആവശ്യമായതുകൊണ്ടാണോ? അല്ലെങ്കിൽ നമ്മുടെ കാറ്റഗിസം ശരിയായ രീതിയിൽ കുട്ടികളിലേക്ക് എത്താത്തത് കൊണ്ടാണോ? എന്താണോ? അതോ കുടുംബങ്ങളിലുള്ള മാതൃകയില്ലായ്മയാണോ? എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്? അതോ സഭയെ നയിക്കുന്നവരുടെ ജീവിതത്തിലെ പോരായ്മകളാണോ? ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ തിരുത്തൽ വരുത്തേണ്ടതെന്നാണ് തോന്നുന്നത്? അച്ഛൻ പറഞ്ഞ എല്ലാ മേഖലകൾക്കും ഇതിനകത്ത് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബങ്ങളാണ് അടിസ്ഥാന വിശ്വാസ പരിശീലന വേദി എന്നതുകൊണ്ട്
കുടുംബങ്ങളിൽ പേരൻസ് ഈ വിശ്വാസം എന്തുമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നുന്നത്, ഒന്ന്, ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അതോടുകൂടി ആ കുടുംബം തീരുവാണ്. രണ്ട്, ക്രൈസ്തവ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാര്യസാധ്യതത്തിന് വേണ്ടിയാണ്. മുൻകാലങ്ങളിൽ ഒരുപക്ഷെ നൊവേനകൾക്കും മറ്റും ഉണ്ടായിരുന്ന സ്ഥാനം ധ്യാനങ്ങൾക്ക് ഇടം പിടിച്ചിട്ടുണ്ടോ? നൊവേനകൾക്ക് പോയി അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇന്ന് ധ്യാനങ്ങൾക്ക് പോയി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു ആത്മീയത പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിലും അതിനും പ്രസക്തിയില്ല. അത് ഉപരിപ്ലവമായ ഒരു ആധ്യാത്മികതയാണ്, അതുകൊണ്ട് ഇരുന്നു പോകും. നേരെ മറിച്ച് ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്ന, സ്വർഗത്തിൽ പോകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്ന, അതിനുവേണ്ടി ക്രൈസ്തവ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്ന കുടുംബങ്ങളിലാണ് ഇനി സഭയുടെ മുന്നോട്ടുള്ള വളർച്ച നടന്നത്. അത് എത്രമാത്രം കുടുംബങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, വൈദികർ തന്നെ, ഇടവക വൈദികർ അവരുടെ ഇതുപോലെ പലപ്പോഴും അറിഞ്ഞുകൂടാ പല പല കാര്യങ്ങൾ തിരക്കുകളിടയ്ക്കിടയ്ക്ക് അവരുടെ പൾസ്, അതായത് വിശ്വാസികൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ എത്തി നിൽക്കുന്നു. പക്ഷേ പള്ളി വരുന്നു, അച്ഛന്മാരെ കഴിയുമ്പോൾ കൈകൂപ്പുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പള്ളിയിൽ ധ്യാനങ്ങൾക്ക് ആൾക്കാർ വരുന്നതുകൊണ്ടൊക്കെ ഒരു ആത്മീയം എന്ന് വിചാരിക്കുമ്പോൾ പോലും അനേകരും ഈ ദൈവവിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു അവബോധമില്ലാത്തവരും ഉള്ളവർ പലരും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അങ്ങനെയുള്ളവരുമാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ പിന്നെ അതിന് പറ്റിയ രീതിയിലുള്ള ക്രൈസ്തവ വിശ്വാസ പരിശീലനം നൽകുന്നതിലേക്ക് എത്തിപ്പെടണമെന്ന് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇടവകയിൽ ഇത്രയധികം കുട്ടികൾ ഇത്രയും കാറ്റഗിസം ക്ലാസ് പഠിച്ചിട്ടും ഈശോ ഏകരക്ഷകനല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ അത്. അപ്പോൾ അവരുടെ പേരൻസ് ഒന്നും ഒരു പള്ളി വരുന്നുണ്ട്, ഈശോയെ സ്നേഹിക്കുന്നുണ്ടെന്ന് കൈകൂപ്പുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും അവർക്ക് ഈ ഒരു ബോധ്യം കാണത്തില്ലേ, ഈശോയാണ് ഏക സത്യദൈവം, ഈശോയാണ് ഏകരക്ഷണ വിശ്വാസം അവർക്ക് കാണുകയില്ലേ. അപ്പോൾ വൈദികർ അവരുടെ ഇടവക വിശ്വാസികളുടെ ആധ്യാത്മിക വിശ്വാസപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഓരോ കുടുംബത്തിൻ്റെ ഒരു വ്യക്തികളുടെയും കാര്യത്തിൽ, ഒരപ്പന് കുടുംബത്തിലുള്ള മക്കളുടെ കാര്യത്തിലൊക്കെ വിശ്വാസം, ഒരു ആത്മീയ ഭൗതികമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധയുള്ളതുപോലെ ഒരു വികാരിയച്ഛന് അല്ലെങ്കിൽ കൂടെയുള്ളവരെല്ലാം ചേർന്ന് അങ്ങനെ വലിയൊരു ശ്രദ്ധ ഉണ്ടാകണം. മറ്റൊന്ന്, ഈ പറഞ്ഞ സെമിനാരി പരിശീലനങ്ങളിലും അതാ പറഞ്ഞ എല്ലാ വേദികളിലും സെമിനാരി പരിശീലനങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അവിടെ വരുന്നവർ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഈശോയെ മഹത്വപ്പെടുന്ന കാര്യമാണോ, ഒരു വിശുദ്ധനാകാൻ വേണ്ടിയുള്ള പരിശീലനം അവിടെ നടക്കുന്നുണ്ടോ? പല കാരണം സഭയുടെ പലപ്പോഴും ഐക്കണായിട്ട് കാണപ്പെടുന്ന സന്യാസമാണല്ലോ. അവിടെയും ഈശോ മഹത്വപ്പെടുന്ന അല്ലെങ്കിൽ വിശുദ്ധിക്ക് ചേരുന്ന പരിശീലനങ്ങളും പ്രാക്ടീസുകളും നടക്കുന്നുള്ളതിനെ കുറിച്ച് കാര്യമായൊരു ആത്മവിമർശനം തന്നെ ഉണ്ടാകണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരുമിച്ചുള്ള ഇതാണ് ഒരു മാറ്റമാണ് ആവശ്യമായിരിക്കുന്നത്. ആരും പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും കാര്യമായൊരു തീരുമാനവും സ്റ്റെപ്പും ഉണ്ടാകാത്ത പക്ഷം ഈ പറഞ്ഞ രീതിയിൽ സഭയ്ക്ക് ഒരു വലിയ ദാരുണമൊരവസ്ഥ മുന്നിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. മുന്നിലുള്ള സഭയെ കണ്ടുകൊണ്ട് IHS മിനിസ്ട്രി എന്തൊക്കെ മിനിസ്ട്രികളാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക? നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യം നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്കൊരു ബോധ്യമായിട്ട് ഉണ്ടായിരുന്നതാണ്. കാരണം സഭയെ സംബന്ധിച്ച് സഭയുടെ ഓക്സിജൻ സത്യവിശ്വാസമാണ്. ഏത് വ്യക്തിയും ഏത് കുടുംബത്തിൽ എവിടെയൊക്കെ സത്യവിശ്വാസം പ്രാക്ടീസ് ചെയ്യപ്പെടുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ടോ ആ സഭയെ നശിക്കാൻ പറ്റത്തില്ല. കാരണം നരക കവാടങ്ങൾ അവൾക്ക് പ്രബലപ്പെടുകയില്ല. അപ്പോൾ ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ 10-20 വർഷത്തോളമായിട്ട് ഈ സത്യവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള ഒരു പ്രതിജ്ഞാബദ്ധത പരിശുദ്ധാത്മ നൽകിയതാണ്. അത് നമ്മൾ പുസ്തക രചനയിൽ കൂടിയും ധ്യാനങ്ങൾ കൂടിയും ഓൺലൈൻ ശുശ്രൂഷ കൂടിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ നിങ്ങളിലേക്ക് പിന്തുണ ആവശ്യമായിരിക്കുന്നു. കാരണം ഇത് ശുശ്രൂഷ എല്ലാവരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാനും ചിലപ്പോൾ ഒരു ധ്യാനം നമ്മളൊരു എല്ലാവർക്കും പട്ടിണിയാണ്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, പക്ഷേ എല്ലാവർക്കും എത്തേണ്ടത്. അപ്പോൾ ഈ ഒരു ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതിൽ പങ്കെടുക്കുന്നവരൊക്കെ ഏതെങ്കിലും മുൻകൈ എടുത്താൽ മാത്രമേ ഇത് എത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ബോധ്യം ഉറപ്പുമാണ്. സത്യവിശ്വാസവും സ്നേഹത്തെക്കുറിച്ചുള്ള ആധ്യാത്മികതയും വിശ്വാസികളിലേക്ക് എത്തിയും കഴിഞ്ഞാൽ വലിയ മാറ്റം സംഭവിക്കും. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാനൊരു ഇപ്പോൾ സഭയെ കാണുന്ന അവസ്ഥയെ പറഞ്ഞതാണ്. പക്ഷേ വിശ്വാസത്തിലുള്ള എൻ്റെ ഒരു കാഴ്ച, ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരിലൂടെ ഈ കേരള സഭ പുതുക്കി പണിയപ്പെടും. അങ്ങനെയുള്ള കുറച്ച് മനുഷ്യർ ആത്മാർത്ഥമായി അവരുടെ ജീവനും ജീവിതവും ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന കുറച്ച് മനുഷ്യരിലൂടെ
സത്യവിശ്വാസത്തോടെ പ്രചരിക്കും. സ്നേഹപരിപൂർണ്ണതയുടെ സുവിശേഷം ഇവിടെ പ്രചരിക്കപ്പെടും. അങ്ങനെ കേരള സഭയ്ക്ക് സമൃദ്ധി ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രത്യാശ. ആ പ്രത്യാശ തന്നെയാണ് എൻ്റെയും പ്രത്യാശ. അപ്പം നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അല്ലേ നമ്മുടെ അവസാനിപ്പിക്കാം. കരുണ്യവാനായ കർത്താവേ, എല്ലാ സഭാമക്കളെയും നീ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശേഷ് സ്തുതിയായിരിക്കട്ടെ.